ഹായ് എവ്രി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആദ്യം തന്നെ റംദാൻ മുബാറക്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, അതുപോലെ തന്നെ കുക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് മിക്സിങ് മാത്രമേ ഉള്ളൂ. നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. ഇപ്പോൾ റമദാനൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് റമദാൻ ഉണ്ടാക്കാനും ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ചൂടും കൂടെയാണ്, അപ്പോൾ നമ്മൾ ബോഡീനെ തണുപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു കിടിലായിട്ടാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നട്ട്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിവിടെ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പൈനാപ്പിൾ, പിന്നെ ടെൻഡർ കോക്കനട്ട് പീസസ് ആണ് കേട്ടോ. ഇത് ക്യാനിൽ വരുന്നത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ചെറിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ഫ്രൂട്ട്സേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ കണ്ടൻസ് മിൽക്ക്, പിന്നെ മാംഗോ ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, വാനില, സ്ട്രോബെറി, ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം. പക്ഷേ എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് മാംഗോ ഐസ്ക്രീം ആഡ് ചെയ്തപ്പോഴാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ മാംഗോ ഐസ്ക്രീം യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ്. ഇനി ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ ക്രീം ചീസ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിന്, ഈ ഒരു ഫ്രൂട്ട് സലാഡിന് കുറച്ച് ക്രീമി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീൻ വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മധുരത്തിന് ആവശ്യമായ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കസുകസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മാംഗോ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടൊന്നും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചില ഫ്രൂട്ട്സൊക്കെ കസ്റ്റാർഡിൽ ആഡ് ചെയ്യുമ്പോൾ കയ്പ്പ് രസം കാണും. അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. മുന്നേ തന്നെ ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ കഴിക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കസ്റ്റാർഡ് പൗഡറോ അല്ലെങ്കിൽ കുക്ക് ചെയ്യേണ്ട ആ ഒരു ടൈമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡിയാക്കിയതിന് ശേഷം നമ്മളൊന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പോലെ ക്രീമായിട്ടിരിക്കും. ഇഫ്താറിന് കഴിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ചൂടൊക്കെ ആണല്ലോ, അപ്പോൾ നമ്മുടെ വയറിനൊന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് നല്ലൊരു സംഭവമാണ് കേട്ടോ. മാത്രമല്ല ഫ്രൂട്ട്സൊക്കെ അധികം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവുമല്ലോ, അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഇപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയോ വ്ളോഗോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.